ഹലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് സ്റ്റോക്കും കാര്യങ്ങളും ആഡ് ചെയ്യുക. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മാസ്റ്റർ മൊഡ്യൂളിൽ വരിക. അതിൽ നമുക്ക് സ്റ്റോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പോയാൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ പ്രൊഡക്റ്റ് ബാർകോഡ് വെച്ചിട്ട് സെർച്ച് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാനുവലായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് സെർച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എത്രയാണോ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനുള്ളത് അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് യൂണിറ്റും സെലക്ട് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഇതിൽ ആഡ് ഐറ്റം കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ആയിക്കോളും. ഇനി വേറെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ തന്നെ ഒരുമിച്ച് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ടീ പൗഡറും കൊടുത്തിട്ടുണ്ട്. അതിനൊരു 100 ഓപ്പണിംഗ് ക്വാണ്ടിറ്റിയും കൊടുക്കുകയാണ്. യൂണിറ്റ് നമുക്ക് ഏതിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതിനുശേഷം അത് ഞാനൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ആഡ് സ്റ്റോക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റി നമ്മുടെ സ്റ്റോക്കിലേക്ക് ആഡ് ആയിക്കോളും. അതല്ല, നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി ഓരോരോ പ്രൊഡക്റ്റായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബൾക്കായിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇമ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മുടെ എക്സൽ ഫോർമാറ്റിലേക്ക് ആ ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഫയൽ അപ്ലോഡ് ചെയ്തിട്ട് ആ ഒരു സ്റ്റോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇത് റിപ്പോർട്ട്സിൻ്റെ ഇതെങ്ങനെയാണ് നമ്മുടെ സ്റ്റോക്കിൽ എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട്സിൽ പോവാം. അതിനുശേഷം ഇവിടെ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിപ്പോർട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് സമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്കിപ്പോൾ ഓൾറെഡി എത്ര പ്രൊഡക്ട്സിനാണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഞാൻ കോഫി പൗഡർ, ടീ പൗഡർ, അതുപോലെ തന്നെ ടിഷ്യൂ ബോക്സിന് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര ഓപ്പണിംഗ് ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ടെന്നുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്കിത് കിട്ടും. അത് നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട് ഏതെങ്കിലും പർട്ടിക്കുലർ ഡാറ്റ മാത്രം മതിയെങ്കിൽ നമുക്കിവിടെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനും അല്ലെങ്കിൽ ക്വാണ്ടിറ്റി വെച്ചിട്ട് ഫിൽറ്റർ ചെയ്യാനും എങ്ങനെ വേണമെങ്കിലും ഡാറ്റ ഫിൽറ്റർ ചെയ്ത് എടുക്കാനും പറ്റും. പിന്നെ നമുക്ക് വരുന്നത് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഓപ്പണിംഗ് സ്റ്റോക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് റിമൂവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഏതാണോ പ്രൊഡക്റ്റ് അതൊന്ന് പോയിട്ട് സെർച്ച് ചെയ്യും. അപ്പോൾ ഞാനിതിൽ കോഫി പൗഡർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ഒരു 900 ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൊരു 100ഉം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് റിമൂവ് ചെയ്യാനുള്ളത് അത് പോയിട്ടൊന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് കുറഞ്ഞോളും. അതിനുശേഷം നമ്മളതിൽ റിപ്പോർട്ട്സിൽ പോവാം. എന്നിട്ട് ഇവിടെ സ്റ്റോക്കിൽ പോവാം. ഓപ്പണിംഗ് സ്റ്റോക്ക് സമ്മറിയിൽ പോയാൽ നമുക്കിവിടെ കാണാം ഓപ്പണിംഗ് ക്വാണ്ടിറ്റി നേരത്തെ ഉണ്ടായിരുന്ന 1000 ആണ്. ഇപ്പോൾ ആ ഒരു 100 റിമൂവ് ചെയ്തപ്പോൾ പിന്നെയും 900 ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ആ ഒരു കേസിൽ വരുന്നത്.